വെൽക്കം ടു സിമ്പിൾ PSC. ഇന്ന് നമുക്ക് കുറച്ച് കേരളത്തിലെ നദികളും കായലുകളുടെയും ക്വസ്റ്റ്യൻസ് നോക്കാം. കായലും കടലും ചേർന്ന് കിടക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് അഴി എന്നാണ്. അഴി എന്നാണ്. കായലും കടലും ചേർന്ന് കിടക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് അഴി എന്നാണ്. കായലും കടലും ചേരുന്ന സ്ഥലത്തുള്ള താൽക്കാലിക മണൽത്തിട്ട അറിയപ്പെടുന്നത് പൊഴി എന്നാണ്. പൊഴി എന്നാണ്. കായലും കടൽ ചേരുന്ന സ്ഥലത്ത് താൽക്കാലിക മണൽത്തിട്ട അറിയപ്പെടുന്നത് പൊഴി എന്നാണ്. ഇനി വേമ്പനാട്ട് കായൽ എത്ര ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു? വേമ്പനാട്ട് കായൽ എത്ര കിലോമീറ്ററാണ്? 205 കിലോമീറ്ററാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ. വെണ്ടുരുത്തി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് വെണ്ടുരുത്തി സ്ഥിതി ചെയ്യുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കായലാണ് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കായലാണ് പൂക്കോട് തടാകം. തോട്ടപ്പള്ളി സ്പിൽവേ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ ഏത് ജില്ലയിലാണ്? ആലപ്പുഴയിലാണ്. തോട്ടപ്പള്ളി സ്പിൽവേ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴയിലാണ്. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തണ്ണീർമുക്കം ബണ്ടാണെങ്കിലും ഏത് കായലാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കായലായിരുന്നു? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. തണ്ണീർമുക്കം ബണ്ട് പണി പൂർത്തിയാക്കിയ വർഷം 1974. തണ്ണീർമുക്കം ബണ്ട് പണി പൂർത്തിയാക്കിയ വർഷം 1974. തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം നടന്ന വർഷം ഏതാണ്? തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം നടന്നത് 1954. 1954. 1988 പെരുവമൺ തീവണ്ടി അപകടം നടന്ന കായലാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിലാണ് എന്ത് നടക്കുന്നത്? പെരുവമൺ തീവണ്ടി അപകടം നടക്കുന്നത് ഏത് വർഷമാണ്? 1988. വയനാട്ടിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബിനിയാണ്. നമുക്കറിയാം 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്: കബനി, ഭവാനി, പാമ്പാറ്. ഇതിലെ കബനി എന്ന് പറയുന്നതാണ് വയനാട്ടിലൂടെ കിഴക്കോട്ടൊഴുകുന്നത്. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയിലെ. കാവേരിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്നത്. കബനി എന്ന് പറയുന്നത് കാവേരിയുടെ പോഷക നദിയാണ്. ഇനി കുറുവ ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴ ഏത് ജില്ലകളിലൂടെയൊക്കെയാണ് ഒഴുകുന്നത്? തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 3 ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഇതിൻ്റെ ഒരു കോഡ് ഉണ്ടായിരുന്നല്ലോ, തൃപ്പാമല എന്ന് പറയുന്നതാണ് ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളാണ് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം. പണ്ട് കാലത്ത് ബാരീസ് എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പയാണ് പണ്ട് കാലത്ത് ബാരീസ് എന്നറിയപ്പെട്ടിരുന്നത്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെട്ടിരുന്നു അല്ലേ? അപ്പോൾ പണ്ട് കാലത്ത് ബാരീസ്, ദക്ഷിണ ഭഗീരഥി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന നദിയാണ് പമ്പ. പമ്പയുടെ നീളം 176 കിലോമീറ്റർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചാലിയാർ പുഴയെയാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത്. നിലമ്പൂരിലെ തേക്കിൻ തോട്ടത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. നദി ഏതാണ്? ചാലിയാർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. അത് കാരണം അവിടെ എന്താണ് ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുന്തിപ്പുഴയാണ്. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകുന്നു. അത് അറബിക്കടലിലാണ് പതിക്കുന്നത്. അത് എവിടെ വെച്ചിട്ടാണ്? പൊന്നാനിയിൽ വെച്ചിട്ട്. പൊന്നാനിക്കടുത്ത് അറബിക്കടലിൽ വെച്ചിട്ടാണ് ഇത് പതിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദിയാണ് പമ്പ എന്ന് പറഞ്ഞു. പമ്പ എന്ന് പറയുന്നത് കേരളത്തിലെ ദക്ഷിണ ഭഗീരഥി എന്നും കേരളത്തിലെ ബാരിസ് എന്നൊക്കെ അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത്. ഇടുക്കിയിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. ഇടുക്കിയിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി. പാലക്കാടിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഭവാനിപ്പുഴയാണ്. ഭവാനിപ്പുഴ എന്തിൻ്റെ പോഷക നദിയായിരുന്നു? ഭവാനിപ്പുഴ എന്ന് പറയുന്നത് കബനി, ഭവാനി, പാമ്പാർ അല്ലേ? കാവേരിയുടെ പോഷക നദിയാണ്. പാലക്കാടിലൂടെയാണ് കിഴക്കോട്ടൊഴുകുന്നത്. വയനാട്ടിലൂടെ കിഴക്കോട്ടൊഴുകുന്ന ആരാന്ന് പറഞ്ഞു? വയനാട്ടിലൂടെ കിഴക്കോട്ടൊഴുകുന്നത് കബനിയാന്ന് പറഞ്ഞു. ഇനി പാമ്പാർ എവിടെയാണ്? ഇടുക്കിയിലൂടെയാണ് കിഴക്കോട്ടൊഴുകുന്നത്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടവും. അതുപോലെ തന്നെ കുറച്ച് എന്തൊക്കെയാണ് രാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പയിലാണ് അല്ലേ? ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? പമ്പയിലാണ്.
ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത് 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി, അതിൻ്റെ നീളം 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ്. അപ്പോൾ മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പുഴയാണ്, അതിന് 16 കിലോമീറ്റർ ആണ് നീളമെന്ന് പറയുന്നത്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി കൂടിയാണ് മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ നദി മാത്രമല്ല, ഏറ്റവും വടക്കേറ്റത്തുള്ള നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിലും മഞ്ചേശ്വരം പുഴയാണ്. കാസർഗോഡിനെ യു ആകൃതിയിൽ ചുറ്റൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. കാസർഗോഡിനെ യു ആകൃതിയിൽ ചുറ്റൊഴുകുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത് ആരുടെ പേരിലാണ് പ്രശസ്തമെന്ന് പറയുന്ന ആ പേരിലുണ്ടല്ലേ? ചന്ദ്ര. അപ്പം എന്താണ്? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത്. എവിടെയാണ് ചന്ദ്രഗിരി പുഴ? കാസർഗോഡാണ് അല്ലേ. ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേരാണ് പയസ്വിനി പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേരാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദിയാണ് നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നെയ്യാറാണ്. വടക്കേറ്റത്ത് എന്താണെന്ന് പറഞ്ഞു? മഞ്ചേശ്വരമാണെന്ന് പറഞ്ഞു. തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്നതാണ് നെയ്യാറാണ്. നെയ്യാറിൻ്റെ നീളം 56 കിലോമീറ്റർ ഉള്ളൂ. നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യാമലയിൽ നിന്നാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത്. പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കാലടി, ആലുവ, മലയാറ്റൂർ. കാലടി, ആലുവ, മലയാറ്റൂർ ആണ് പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഒഴുകുന്ന ഏത് നദികളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? തൃപ്പാമലയാണല്ലേ ജില്ലകൾ പറഞ്ഞത്. തൃപ്പാമല എന്ന് പറഞ്ഞു അല്ലേ. നമ്മ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെ കൂടിയാണ് എന്തൊഴുകുന്നത്? നമ്മളുടെ ഭാരതപ്പുഴ ഒഴുകുന്നത്. അപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളാണ് പൊന്നാനി, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരുനാവായ, ചെറുതുരുത്തി അല്ലേ. തിരുനാവായ അതുപോലെ തന്നെ പൊന്നാനി എന്നൊക്കെ പറയുന്നത് മലപ്പുറത്താണല്ലേ. അപ്പോൾ പൊന്നാനി, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരുനാവായ, ചെറുതുരുത്തി. കല്ലടയാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് പുനലൂർ. കല്ലടയാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണമാണ് പുനലൂർ. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊല്ലത്തായിരുന്നു അല്ലേ. അച്ചൻകോവിലാർ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് പന്തളം. അച്ഛനാണല്ലേ പന്തം എപ്പോഴും കൊളത്താറ്. അപ്പോൾ അച്ചൻകോവിലാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് പന്തളം. പമ്പയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? പമ്പ എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട് അല്ലേ. അപ്പോൾ പമ്പയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് റാന്നി, കുട്ടനാട്, കോഴഞ്ചേരി, തിരുവല്ല, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ. ഏത് ജില്ലകളിലൂടെയൊക്കെയാണ് പമ്പ ഒഴുകുന്നത്? പത്തനംതിട്ട, ആലപ്പുഴ, പിന്നെ ഒരു ജില്ലയും കൂടെ ഉണ്ട്, കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ റാന്നി, കുട്ടനാട്, കോഴഞ്ചേരി, തിരുവല്ല, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ എന്നീ നദികളിലൂടെ ഒഴുകുന്ന എന്നീ പട്ടണങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് പമ്പ. വളപട്ടണം നദിയുടെ തീരത്തുള്ളത് ആരാണ്? വളപട്ടണം നദിയുടെ തീരത്തുള്ളത് ആരാണ്? വളപട്ടണം നദിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, പറശ്ശിനിക്കടവ്. എന്താണ് വളപട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരാണല്ലേ. അപ്പോൾ കണ്ണൂരുള്ള സ്ഥലങ്ങളാണ് ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, പറശ്ശിനിക്കടവ്. നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ഇതോടുകൂടി നമ്മളുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് നമുക്ക് നോക്കാം കേട്ടോ.